ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്ന ആ ഒരു കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടി. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫില്ലിങ് മൊത്തം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. ഇത് ഫുള്ളായിട്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് ഈ മുട്ടയിൽ നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് അങ്ങോട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.